ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഇത്രത്തോളം ദിവസം നിൽക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് പറയുകയാണ് നോറ. ആദ്യം ആഴ്ച മുതൽ തന്നെ പുറത്താകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇത്രയും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആളുകൾ തന്നെ ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല എന്നും അതുകൊണ്ട് തന്നെ ആദ്യ ആഴ്ച മുതൽ തന്നെ ഇപ്പോൾ പോകുമെന്ന നിലയിലായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്നതെന്നും നോറ വ്യക്തമാക്കുന്നു. ഇപ്പോൾ പോകുമെന്ന ചിന്ത തന്റെ ആത്മവിശ്വാസത്തെ തന്നെ ബാധിച്ചിട്ടുണ്ടെന്നും 3-4 ആഴ്ച താൻ കുറെ കരഞ്ഞ് കുത്തിയിരിക്കുകയായിരുന്നുവെന്നും ആത്മവിശ്വാസ കുറവായിരുന്നു അതിന്റെ പ്രധാന കാരണമെന്നും പിന്നെ പെർഫോമൻസ് ചെയ്യാനുള്ള കഴിവ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ പുറത്തായി പോകുമോ എന്ന ഇൻസെക്യൂരിറ്റി ചിന്തയും ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതെല്ലാം മറന്നുകൊണ്ട് ഗെയിം കളിക്കാൻ തുടങ്ങി. അതാണ് പിന്നീട് തനിക്ക് ഗുണം ചെയ്തതെന്നും നോറ പറയുന്നു. താൻ വളരെ സെൻസിറ്റീവായ ഒരാളാണ്. ഓഡീഷന്റെ സമയത്ത് പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ താൻ കരഞ്ഞു പോയിരുന്നുവെന്നും കരയുന്നത് ഒരു തെറ്റായിട്ട് അവർ കണ്ടില്ല. കരയുന്ന ഒരാളെന്ന രീതിയിൽ തന്നെ ഷോയിലേക്ക് എടുക്കാതിരുന്നതുമില്ല എന്നും നോറ വ്യക്തമാക്കി. ഒരുപാട് ഇമോഷൻസിലെ ഒന്നാണ് കരച്ചിൽ. താൻ കരഞ്ഞാൽ അത് അവിടെ തീർന്നു. അല്ലാതെ 24 മണിക്കൂറും കരഞ്ഞുകൊണ്ടിരിക്കാൻ തന്റെ കണ്ണ് മുല്ലപ്പെരിയാർ ഡാം ഒന്നുമല്ല എന്നും പിന്നെ അതിൽ മാത്രം മറ്റുള്ളവർ ഫോക്കസ് ചെയ്യുന്നതിൽ തനിക്കൊന്നും പറയാനില്ലെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ നോറ വ്യക്തമാക്കുന്നു. കരച്ചിലും കരയുന്നവരും മോശക്കാരല്ലെന്നും ജാസ്മിന്റെ കരച്ചിലിനെ എവിടെയും താൻ മോശമായി പറഞ്ഞിട്ടില്ലെന്നും ഒരു ഘട്ടത്തിൽ അവിടെ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് തനിക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു, അതുവരെ അത് പുറത്തു വന്നിട്ടില്ല, അതിന്റെ ഒരു സംശയം എന്നല്ലാതെ ജാസ്മിൻ കരഞ്ഞതിനെ താൻ ചോദ്യം ചെയ്തിട്ടില്ല എന്നും നോറ പറയുന്നുണ്ട്. ആ വീട്ടിൽ ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ ആ സമയത്തൊക്കെ താൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് ജാസ്മിൻ ആണെങ്കിലും. അത് മുഴുവൻ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകുമെന്നും ബിഗ് ബോസിലെ നിലനിൽപ്പിന് വേണ്ടിയാണ് പലരും പലതും പറഞ്ഞതെന്നോർത്ത് സങ്കടപ്പെട്ട ഒരു സമയം തനിക്ക് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പിന്നീട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയല്ലേ അവർ പറയട്ടെ എന്ന ചിന്തയിലേക്ക് മാറിയിരുന്നുവെന്നും നോറ കൂട്ടിച്ചേർത്തു. ബിഗ് ബോസിൽ ആർക്ക് കപ്പ് കിട്ടിയാലും അവർ അർഹിക്കുന്ന കാര്യമാണെന്നും തനിക്ക് ഒരുപോലെയാണെന്നും താൻ പറഞ്ഞിരുന്നു. തന്റെ കാഴ്ചപ്പാടിൽ നോക്കിയിട്ട് താൻ മറ്റു പലരുടെയും പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് മറ്റുള്ളവർ അതിന് അർഹരല്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. താൻ അല്ലെങ്കിൽ ആർക്ക് കപ്പ് കിട്ടിയാലും ഒരുപോലെയാണ്. എന്നിട്ടും ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ തമ്മിൽ ഭേദം തൊമ്മെന്ന രീതിയിൽ ഒരാളെ തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും നോറ കൂട്ടിച്ചേർത്തു. അതേസമയം ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം നോറ പറഞ്ഞ കാര്യങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ജിൻഡോ വിജയിച്ചത് PR കൊണ്ടാണെന്നും ഈ സീസണിൽ PR കൂടുതലാണെന്നുമാണ് നോറ പറഞ്ഞത്. എന്നാൽ ഹൗസിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായ 2 പേരായതുകൊണ്ട് തന്നെ നോറ പേഴ്സണൽ ഗ്രഡ്ജ് മനസ്സിൽ വെച്ച് പറഞ്ഞതാണെന്നും ഏവരും പറഞ്ഞിരുന്നു. ഹൗസിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞതിന്റെ പേരിൽ ഇമോഷണലി വീക്കാണെന്നും മുദ്ര കുത്തപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു നോറ. ഹൗസിൽ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചത് കൊണ്ട് തന്നെ എവിക്ഷൻ വരെ വളരെ കൂളായാണ് നോറ ഹാൻഡിൽ ചെയ്തത്. വീട്ടിൽ നിന്നും എവിക്റ്റ് ആയപ്പോൾ ആരോടും യാത്ര പോലും ചോദിക്കാതെ ഇറങ്ങിയ നോറയുടെ പ്രവൃത്തിയും മോഹൻലാൽ അടക്കമുള്ളവർ ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.